മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. ₹105.8 കോടി വരവും 104 കോടി രൂപ ചിലവും 1,40,00,000 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന മഞ്ചേരി നഗരസഭയുടെ വാർഷിക ബജറ്റ് വൈസ് ചെയർമാൻ VP ഫിറോസ് അവതരിപ്പിച്ചു. ബജറ്റ് അവതരണത്തിനിടെ LDF കൗൺസിലർമാർ ബഹളം വെച്ചത് കയ്യാങ്കളിയിൽ കലാശിച്ചു. 6 LDF കൗൺസിലർമാരെ സസ്പെൻഡ് ചെയ്തു. മഞ്ചേരി നഗരസഭ വൈസ് ചെയർമാൻ VP ഫിറോസ് ബജറ്റ് അവതരണം തുടങ്ങുന്നതിന് മുൻപേ തന്നെ പ്ലക്കാർഡുകളുമായി എത്തിയ LDF കൗൺസിലർമാർ കൗൺസിൽ ഹാളിൽ ബഹളം ആരംഭിച്ചു. ബജറ്റ് അവതരണം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ബഹളം തുടർന്നതോടെ കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയായിരുന്നു. തുടർന്ന് മുനിസിപ്പൽ ആക്ട് പ്രകാരം കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് LDF കൗൺസിലർമാരായ സാജിദ് ബാബു, സെറീന ജവഹർ, AV സുലൈമാൻ, CP അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് പ്രേമ രാജീവ്, കുമാരി എന്നിവരെ സസ്പെൻഡ് ചെയ്തതായി ചെയർപേഴ്സൺ VM സുബൈദ അറിയിച്ചു. 7 ദിവസത്തേക്കാണ് സസ്പെൻഷൻ. ഇത് മഞ്ചേരിയിൽ ഒരു വികസനവും നടത്തരുത് എന്നാണ് അവരുടെ ഉദ്ദേശം. അതിൻ്റെ ഭാഗമായി ഈ ഭരണസമിതി വന്നതിന് ശേഷം നമ്മൾ ഓരോ വർഷം പദ്ധതി ഉണ്ടാക്കുമ്പോഴും അവർ വാർഡ് സഭ കൂടി, കൗൺസിൽ കൂടി, അതുപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടി, വീണ്ടും നമ്മൾ വാർഡ് സഭയിൽ പോയി അന്തിമ കരടുരേഖ ഉണ്ടാക്കിയിട്ടാണ്ട് കൗൺസിൽ വന്നപ്പോഴും അവർ പ്രതിഷേധിച്ചു. എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ പാർട്ടി നിർദ്ദേശമാണെന്നാണ് അവർ പറഞ്ഞത്. ഈ വരുന്ന ആളുകൾക്കൊക്കെ ഓരോ വാർഡൊന്നും അവർ വോട്ട് ജയിച്ച് വരുന്ന ആളുകളാണ്. അവരുടെ വാർഡുകൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നും അത് കൂടുതലായിട്ട് ചെയ്യുന്ന ആഗ്രഹമുള്ള ആളുകളാണ്. പക്ഷേ പാർട്ടി നിർദ്ദേശമാണെന്നാണ് ഇവർ പറയുന്നത്. പ്രതിപക്ഷ വാർഡുകളോടുള്ള അവഗണന അവസാനിപ്പിക്കുക, മുൻ ബജറ്റിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ബജറ്റ് അവതരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷം പ്രതിപക്ഷ കൗൺസിലർമാർ പുറത്ത് കുത്തിയിരിപ്പ് പ്രതിഷേധം നടത്തി. കൗൺസിലർമാർ 5 ആൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുണ്ട്. ഈ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ബജറ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനുള്ള ഉള്ളടക്കം ബജറ്റ് സ്വാഭാവികം ഞങ്ങൾക്കറിയാം. അത് തള്ളിയ ബജറ്റാണ്. അവർ തള്ളിയ ബജറ്റ് മാത്രമല്ല, അതിനകത്ത് വ്യക്തമായിട്ട് ഞങ്ങളുടെ വിവേചനയിൽ പച്ചമലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് അവഗണിക്കുകയാണ് ഞങ്ങളെ. ഇതിനു മുമ്പ് ഒരു ഭരണസമിതി എന്താണെന്നുള്ളത് പ്രതിപക്ഷം അറിയാം. 100% ഞങ്ങൾ ടൗൺ ഹാൾ വെച്ചുകൊണ്ട് വികസന സെമിനാറിൽ 100% ഞങ്ങൾ അറിഞ്ഞതാണ്. അത് നിങ്ങളും അറിഞ്ഞതാണ്. അന്നേ ഞങ്ങൾ മുദ്രാവാക്യം മുഴക്കിയിട്ട് ഞങ്ങളവിടുന്ന് പോകുന്നതാണ്. മഞ്ചേരി നഗരസഭയിലെ നിലവിലെ ഭരണസമിതിയുടെ 4ാമത്തെ ബജറ്റിൽ നഗരവണ്ടി വാങ്ങുന്നതിനായി 20 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. തോടോരം പദ്ധതിയുടെ ഭാഗമായി ചാലിക്കൽ തോടിന് ഇരുവശവും സൗന്ദര്യവൽകൃത റോഡ്, ജോഗിംഗ് ട്രാക്ക് എന്നിവ നിർമ്മിക്കുന്നതിനും റോഡിന്റെ ഇരുഭാഗങ്ങളിലും തടയണ കെട്ടി ബോട്ടിങ്ങിന് സൗകര്യപ്പെടുത്തുന്നതിനുമായി 23 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണത്തിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപയും മഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് 4 റോഡുകളുടെ സൗന്ദര്യവൽക്കരണത്തിനും ഹാൻഡ് റെയിൽ സ്ഥാപിക്കുന്നതിനും റോഡ് വൈഡനിങ് ചലഞ്ചായി ഏറ്റെടുത്ത് നടത്തുന്ന പദ്ധതിക്ക് 20 ലക്ഷം രൂപയും ജോഗിംഗ് ട്രാക്ക് പദ്ധതിക്ക് 40 ലക്ഷം രൂപയും അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് 23 കോടി രൂപയും ബയോ പാർക്ക് നിർമ്മാണത്തിനായി 1.25 കോടി രൂപയും 5ഓളം സ്ഥലങ്ങളിൽ ഉന്നത നിലവാരമുള്ള ഗ്രൗണ്ടുകൾ നിർമ്മിക്കുന്നതിന് 2 കോടി രൂപയും മഞ്ചേരി നഗരസഭയിലെ 2 അർബൻ PHCകൾക്കും 14 സബ് സെന്ററുകളുടെയും നവീകരണത്തിനായി 40 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.